നമസ്കാരം. ന്യൂസ് മാഗസിൻ മലയാളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലാവസ്ഥ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തിൻ്റെ പല ജില്ലകളിലും ഇന്ന് ഉച്ച കഴിഞ്ഞോടുകൂടി അതിശക്തമായ കാറ്റും മഴയുമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തിൻ്റെ 6 ജില്ലകളിൽ ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം, പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിശക്തമായ മഴയാണ് ഈ ഒരു 6 ജില്ലകളിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പിൽ പറയുന്നത്. ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ റെഡ് അലേർട്ട് മുന്നറിയിപ്പ് പ്രഖ്യാപിക്കുന്നത്. അടുത്ത 3 മണിക്കൂറിൽ 3 ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ എന്നീ ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത്. 40 കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അതിശക്തമായ കാറ്റും ഇടിയും മഴയും തുടരുന്ന സാഹചര്യത്തിലാണ് 6 ജില്ലകളിൽ ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിലെ ആളുകളൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് വീടിനുള്ളിൽ തന്നെ കഴിയുവാൻ ശ്രദ്ധിക്കുക. ശക്തമായ കാറ്റിനെ തുടർന്ന് പല ജില്ലകളിലും മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി ഇല്ലാത്ത ഒരു അവസ്ഥയുമുണ്ട്. ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ KSEBിയുടെ ജീവനക്കാർ രംഗത്തുണ്ടെന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിൽ ഇന്ന് രാത്രി 8 മണി വരെ അതിശക്തമായ മഴയ്ക്കും കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന ഏറ്റവും പുതിയ അറിയിപ്പും ഇപ്പോൾ വന്നിട്ടുണ്ട്. വിശദമായ കാലാവസ്ഥ അറിയിപ്പുകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാൻ ശ്രദ്ധിക്കുക. വീണ്ടും അറിയിപ്പുകളുമായി എത്താം. താങ്ക്